ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകളാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫാൻസ് ഏറ്റവും കൂടുതൽ ക്രൂശിക്കുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സന്ദീപ് സിംഗ് ആണ്. എന്തിനാണ് ഇതുപോലത്തെ ഒരു താരം എന്നാണ് പലരും ചോദിക്കുന്നത്. അതായത് ക്രോസിംഗ് ഇല്ല, ഫിനിഷിംഗ് ഇല്ല, അദ്ദേഹം ഡിഫൻഡറാണ്, അതൊക്കെ നമുക്ക് വിട്ടേക്കാം. ക്രോസിംഗ് ഇല്ല, ഡിഫെൻഡിങ് ഇല്ല, അതുപോലെ തന്നെ പാസിംഗ് ഇല്ല. നല്ല രീതിയിൽ ഡിഫൻഡർ ചെയ്തുകൊണ്ടിരുന്നൊരു ഡിഫൻഡറായിരുന്നു. അതും ഇപ്പോൾ പുറകിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും സന്ദീപ് സിംഗ് ഇനിയും റൈറ്റ് ബാക്കായിട്ട് തുടരണോ, ഒരു ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്കായിട്ട് തുടരുന്നോ എന്ന് നിങ്ങൾ തന്നെ പറയുക. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മൾ ഐബാൻ ഡോംഗ്ലിനെ തന്നെ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്കായിട്ട് വെക്കണം. കാരണം അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി ഭയങ്കര കൂളായിട്ട് ഇന്ന് വളരെ മികച്ചൊരു പെർഫോമൻസാണ് ഐബാൻ ഡോംഗ്ലി കാഴ്ചവെച്ചത്. സോ അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗ്രെഗ് സ്റ്റുവർട്ടുമായിട്ട് വന്ന വലിയൊരു അപ്ഡേറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഗ്രെഗ് സ്റ്റുവർട്ട് ഈ ISL തന്നെ, അല്ലെങ്കിൽ ISL വേണ്ടത് വെച്ച് ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കുറച്ച് മാച്ചുകൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ജേഴ്സിയിൽ മിസ്സായിട്ടുണ്ടായിരുന്നു. സോ എന്നിട്ട് പോലും അവർ വിജയിച്ചു എന്നൊക്കെ തന്നെ പറയാം. MC ഗോവയായിട്ട് മാത്രമാണ് അവരൊന്ന് പരാജയപ്പെടുന്നത്. ബാക്കി എല്ലാ മാച്ചും അദ്ദേഹത്തെ മിസ് ചെയ്ത മാച്ചും അവർ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത മാച്ച് ഗ്രെഗ് സ്റ്റുവർട്ട് തിരിച്ചു വരും എന്ന തരത്തിലുള്ള വാർത്തകളാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇഞ്ചുറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നീക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. അദ്ദേഹം കളിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇടയ്ക്കിടയ്ക്ക് ഇതിന് മുട്ടിന് പിടിക്കുന്നത് വല്ല തേയ്മാനമില്ലായിരിക്കും. എന്തായാലും അദ്ദേഹം അടുത്ത മാച്ചിൽ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.